ഹക്കീം ഷാജഹാൻ, ആസിഫ് ക, ജിത്തു സർ ആൻഡ് അപർണ ബാലമുരളി. വെൽക്കം ടു സ്കൈലാഗ്. ഇത്ര എനർജി ഉള്ളി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? പെട്ടെന്ന് ഞങ്ങൾ എല്ലാരും ഓണായി. അടിപൊളി. സുരാഷിന്റെ പ്രൊമോഷനിടയിൽ ഇവർക്കിടയിൽ എന്ത് സംഭവം? മലയാളികൾക്ക് മുഴുവൻ പുതിയൊരു സാധനം കൊടുത്താവാം. പെൺകുട്ടികളൊക്കെ സന്ദീപ് ക്രഷ് എന്ന് പറഞ്ഞ സംഭവം നടക്കാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു റീലിങ്ങനെ കയറി വന്നു. ഇവരെക്കാളൊക്കെ മുമ്പ് എൻ്റെ അടുത്ത് വന്നത് അവനാ. ഇന്ന് ബിഗ് ബിയില് മമ്മൂക്കയെ പറ്റി പറയുന്ന ഒരു സാധനം കഴിഞ്ഞ് ആസിഫ് അലിയുടെ ഒരു ചിരിയാണ് കാണുന്നത്. മൽനീരതായിട്ടുള്ളൊരു പടം ലാലേട്ടൻ ഒരു ടോക്ക് കേൾക്കുന്നു. ിനെ പരാമർശിക്കാതെ പോകാൻ പറ്റുന്നില്ല എനിക്ക്. ടിക്കി ടാക്കയിലൊരു തയ്യാറെടുപ്പാണോ? ശരി, ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ട്. ടിക്കി ടാക്കൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. എനിക്കത് ഓരോ തവണ ഓരോ സ്ക്രിപ്റ്റ് വരുമ്പോ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് പറയാം. ദൃശ്യത്തിന്റെ ക്ലൈമാക്സിൽ ആദ്യം പോലീസ് സ്റ്റേഷനില്ല. ആസിഫ് അലി എന്ന് പറയുന്നത് ഒരു സെൻസേഷൻ ആണ് ആളുകൾക്ക്. സോ ഇത് എങ്ങനെയാണ് ആസിഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അങ്ങനെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്നുമല്ല. പക്ഷെ ഫോൺ എടുക്കാത്ത രണ്ട് ലവ് സ്റ്റോറീസ് ആക്ച്വലി പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ചില പരീക്ഷണങ്ങളൊക്കെ എനിക്കും ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇതിനടുത്ത് വരും. ഇങ്ങനെയാണ് പടത്തിന്റെ ഒട്ടും ബന്ധമില്ലാത്തൊരു എക്സ്പ്രഷൻ ഇരിക്കുന്നത്. എന്ത് പറ്റി ചിരിക്കുന്നതാണ് കോമഡി, ലഹരി, അത് ഇത് മറ്റത്. ഞാനിങ്ങനെ ജസ്റ്റ് ഹെഡ്ലൈൻ നോക്കിയിട്ടാണ് എന്റെ ഓൾറെഡി നമുക്ക് ഇഷ്ടമാതിരി പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ എടുത്ത് തലവെക്കാൻ എന്നെ കൊണ്ടുപോയി. വില്ലനാണ്, പക്ഷെ ഒത്തിരി സൽഗുണ സമ്പന്നനാണ്. അങ്ങനെ പോകരുത്. വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലനായിരിക്കണം. ഗോവിന്ദും ഗിരിയൊക്കെ ആയിട്ട് സീരീസ് കാണാൻ തുടങ്ങിയപ്പോഴാണ് ഉറക്കം പോകാൻ തുടങ്ങി. ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഉറങ്ങാൻ പറ്റും. സീസൺ കാണാണ്ട് ഉറങ്ങാൻ പറ്റും. അവള് ഓരോ ഡ്രസ്സൊക്കെ ഇടുന്നു. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അവളത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. മോനൊന്നും എന്റെ മോളോട് ഗുരു പോലെയുള്ള സിനിമ നമുക്ക് സംഭവിച്ചിട്ട് ഒരുപാട് നാളായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇബിലിസ് പോലുള്ള സിനിമകൾ ചെയ്തപ്പോ അത് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ചെയ്തൊരു സിനിമയാണ്. പ്രീസ്റ്റിന്റെ പ്രാർത്ഥനകളാണ്. നമ്മൾക്ക് സൈലൻസ് ആണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി സാധനങ്ങൾ, ഇപ്പൊ മമ്മി അന്മി പോലെയുള്ള സിനിമകൾ, മെമ്മറീസിന്റെ സിനിമകൾ, ചില കൊച്ചു കൊച്ചു സീക്വൻസുകൾ, അത് അങ്ങനെ പിടിക്കാം, ഇതെങ്ങനെ പിടിക്കാം, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. മീഡിയയിൽ നിന്ന് കിട്ടുന്ന റിലീഫ് ഭയങ്കരമാണ്. ഞാൻ കാണുന്ന മുഴുവൻ കോമഡിയാണ്. പക്ഷെ അത് മോഹൻലാൽ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കഥ പറയണമെങ്കിൽ നിങ്ങളിലേക്ക് എങ്ങനെയാണ് എത്താൻ പറ്റുക ഈസി ആയിട്ട്? ഞങ്ങളൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ തിരിച്ചൊരു മെസ്സേജ് ഇട്ട് കൊടുക്കും. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാഗ് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ കൂമന് ശേഷം വീണ്ടും ഒരു ജിത്തു ജോസഫ്, ആസിഫ് അലി ചിത്രം വരികയാണ്. മിറാജ്. വിശേഷങ്ങളുമായി ചേരുന്നു ഹക്കീം ഷാജഹാൻ, ആസിഫ് ക, ജിത്തു സർ ആൻഡ് അപർണ ബാലമുരളി. വെൽക്കം ടു സ്കൈലാഗ് പിക്ചേഴ്സ്. ജിസർ, ഞാൻ വളരെ ഇത്ര എനർജി ഉള്ളി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? പെട്ടെന്ന് ഞങ്ങൾ എല്ലാരും ഓണായി. അടിപൊളി. ശരിക്കും സർ, എന്താണ് മിറാജ് എന്നുള്ളൊരു വേർഡ് എങ്ങനെയാണ് സെലക്ട് ആവുന്നത്? ആക്ച്വലി അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്വഭാവമുണ്ട് കഥയ്ക്ക്. അതായത് ഒരു സംഭവത്തിൽ നിന്ന് ഒരു സംഭവത്തിലേക്ക്, ഒരു സംഭവം കണ്ടിങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ ആണ് മനസ്സിലാകുന്നത് അവരുദ്ദേശിച്ച പോലെ അല്ല സംഭവം, അവർ കാണുന്ന പോലെ അല്ല സംഭവം. അപ്പോൾ അവർ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ആ സ്വഭാവമുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ടാണ് നമ്മൾ നിരാശിച്ചിട്ടത്. ശരി, നമ്മളിപ്പോൾ ദൃശ്യത്തിന്റെ കഥ കേൾക്കുമ്പോഴും അതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും നമുക്ക് ഫാസ്റ്റായിട്ട് ദൃശ്യത്തിലേക്ക് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ലോ ബേൺ പരിപാടിയാണ് ശരിക്കും ദൃശ്യം എന്ന് പറയുന്നത്. നമ്മൾ സാറിൻ്റെ തന്നെ വാക്കുകൾ കണ്ടെടുത്താൽ ഒരു സ്ലോ ബേൺ ആയിട്ട് തുടങ്ങി അവസാനം ഒരു മഹാവിസ്ഫോടനത്തിലേക്ക് മാറുന്ന, ആളുകളെ ത്രില്ലടിപ്പിക്കുന്ന തരത്തിലൊരു സിനിമ. അത്തരത്തിലൊരു എക്സ്പെക്ടേഷൻ ഞങ്ങൾ ഇതിൽ വെച്ചാൽ അതൊരു പാതകമാണ്. അല്ല, അത് ദൃശ്യമല്ലേ? ദൃശ്യത്തിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾ ഇതിനകത്ത് വെക്കരുത്. ഈ എക്സ്പെക്ടേഷനാണ് ആവശ്യമില്ലാത്തൊരു കാര്യം. നിങ്ങളൊന്നും പ്രതീക്ഷിക്കണം. ഒരു കൊച്ചു സിനിമ കാണാൻ പോകുന്നു. ഇപ്പോൾ ഇവർ കൂമനൊക്കെ ചെയ്തു വന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സിനിമ, ഒരു എൻ്റർടൈനറാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വസിച്ച് അങ്ങ് പോവുക, തിയേറ്ററിൽ കയറുക. വലിയ പ്രതീക്ഷകളില്ലെങ്കിൽ നിങ്ങളത് നിരാശപ്പെടുകയില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ എല്ലാ സിനിമയും നമുക്കിപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ കയറി വലിയ ഉൽക്ക വന്ന് വീഴുന്ന പോലെ വലിയ പ്രശ്നം ഉണ്ടാക്കി അങ്ങനത്തെ അല്ല. ഇതും ഒരാളുടെ ലൈഫ് ഒന്ന് കാണിക്കണം. ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നു, അതെന്താണെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പടത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ലാഗൊക്കെ ഉണ്ടാവും. ആ ലാഗൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
അതുമൊക്കെ നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ചെറിയ പ്രശ്നത്തിലൂടെ ഇങ്ങനെ പോയി അതിനകത്തേക്ക് ആവശ്യമില്ലാത്തവരൊക്കെ കയറി തലയിട്ട് അവരും അതിനകത്ത് പോയി പ്രശ്നത്തിൽപ്പെട്ട് ഇവരെല്ലാം കൂടെ പോകുന്ന ഒരു ജേണിയാണ് ആക്ച്വലി സിനിമ. ഒരു പ്രശ്നത്തിൻ്റെ പുറകെ പോവുകയാണ്, പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ അവർ കാണുന്ന പ്രശ്നം മാറിക്കൊണ്ടിരിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പം അല്ലാതെ ഇത് അവസാനം വന്നിട്ട് ഭയങ്കര വിസ്ഫോടനം അങ്ങനെയൊന്നും ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞു. അല്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കാരണം അത് ദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതുവരെ ഇല്ലാതിരുന്ന പേടി എനിക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം അത് ആ ഒരു പാറ്റേണേ അല്ല, കഥാപരമായി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. ഓക്കെ സർ. അസിഫ്ക, വീണ്ടും കൂമന് ശേഷം ജിത്തു സാറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. സോ എത്രമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നത്? കൂമൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇനി എപ്പോഴാണ് ചേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോന്നല് ഉണ്ടായിരുന്നു. കാര്യം ചേട്ടൻ അനൗൺസ് ചെയ്യുന്ന പ്രൊജക്ട്സ് എല്ലാം അതിൻ്റെ എല്ലാം വലിപ്പം അത്രയും വലിയ പ്രൊജക്ട്സ് ആണ്. അപ്പം എനിക്ക് എപ്പോഴായിരിക്കും അങ്ങനെ ഒരു വിളി ഇനി ഉണ്ടാവുക എന്നുള്ള ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞാൻ പോലും ഓർത്തില്ല. അപ്പം എനിക്ക് കൂമൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്ന വിളി അന്ന് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എൻ്റെ മുഖം ഓർമ്മ വന്നു, അതുകൊണ്ട് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ പോലെ വീണ്ടും ഇത്തരത്തിലൊരു സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വിളി പെട്ടെന്ന് സംഭവിച്ചു. അപ്പം അത് ശരിക്കും എനിക്ക് ജിച്ചറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെന്റും അത് തന്നെയാണ്. അപ്പം ഒരിക്കലും അതൊരു നിന്നെ കൊണ്ട് പിടിച്ചാൽ കൂടില്ലാത്ത സാധനം എന്നല്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അതില് ആ വിളിയിൽ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ട്. പിന്നെ ഒരു ഹോംലി ഫീൽ ആണ് അതെ ചേട്ടനോട്. അതെ, പ്രത്യേകിച്ച് ചേട്ടന്റെ ടെക്നീഷ്യൻസും ഈ ക്രൂ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആയിരുന്നു കൂമനിലും ഉണ്ടായിരുന്നത്. അപ്പൊ തിരിച്ചെത്തുമ്പോ എല്ലാവരും നമുക്ക് ഫസ്റ്റ് ഡേ മുതൽ എല്ലാവരും അറിയാം, എല്ലാവരുടെയും സ്വഭാവം അറിയാം. എഗെയിൻ ലെവൽ ക്രോസ് ചെയ്യുമ്പോഴും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലി തിരിച്ചു പോകുന്ന ഒരു ഫീല് ഉണ്ട്. എന്താണ് കഥാപാത്രം ശരിക്കും രാഷിലെ? അശ്വിൻ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അശ്വിൻ ഒരു ഓൺലൈൻ പോർട്ടൽ ചെയ്യുന്ന ഒരു ന്യൂസ് ചാനൽ നടത്തുന്ന അപ്പൊ അതും എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അതിൽ എനിക്ക് അറിയാവുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുടെ സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ കുറച്ച് ഡിഫറെന്റ് എന്താന്ന് പറഞ്ഞാല് അശ്വിൻ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. അശ്വിന്റെ ചാനലിന്റെ പേര് പ്യുവർ ഫാക്ട്സ് എന്നാണ്. ഫാക്ട്സ് മാത്രമാണ് അശ്വിൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഫാക്ട്സ് അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും പോവുകയും അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. ഇതുപോലെ ഫാക്ട്സ് അന്വേഷിച്ച് പോയി ഒരു സ്ഥലത്ത് ലോക്കായി പോകുന്നതും ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിലേക്ക് ചെന്നെത്തുകയും അതിന്റെ വാലെ പോകുന്നതും ഒക്കെയാണ് അശ്വിന്റെ ക്യാരക്ടറിന് സംഭവിക്കുന്നത്. ഓക്കെ, ശരിക്കും ഹക്കീം ബ്രോ ബസൂക്കക്ക് ശേഷം അല്ലെ, ബസൂക്ക ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ. ശരിക്കും മമ്മൂക്കയുടെ അത്രയും തന്നെ സഞ്ചരിക്കുക, കൂടെ ഒരുപാട് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവുക. സോ എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കയായിട്ടുള്ള ഒരു പരിപാടി? വളരെ വളരെ നല്ല എക്സ്പീരിയൻസ് അല്ലേ. അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിക്കും സ്വപ്നമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ബസൂക്ക സംഭവിച്ചതിൽ. പിന്നെന്താ പറയാ, ഇനിയും ഇതുപോലെ ലെജൻസിനെ അഭിനയിക്കാൻ പറ്റട്ടെ ഈ ചെറിയ പ്രായത്തിൽ. ഓക്കെ, ലെജൻസിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് അമൽനീരതായിട്ടുള്ളൊരു പടം വിത്ത് ലാലേട്ടൻ ഒരു ടോക്ക് കേൾക്കുന്നു. എനി അപ്ഡേറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാതെ എനിക്കും പറയാൻ പറ്റില്ല. ഞാനും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടോ എന്ന്. കേട്ട് ഭയങ്കര ത്രില്ലടിച്ചിരിക്കുവായിരുന്നു. അറിഞ്ഞിട്ടില്ലേ? ഇല്ല. ഞാൻ ശരിക്കും അമലേട്ടന്റെ കൂടെ ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ എനിക്ക് പറ്റിയൊരു സിനിമ വരുമ്പോ അദ്ദേഹം വിളിക്കും എന്നുള്ള പ്രതീക്ഷയല്ല ഞാനും ഉള്ളത്. അതോടനെ സംഭവിക്കട്ടെ. അതെ അതെ, വി ആർ ഓൾസോ വെയിറ്റിംഗ്. അപർണ, ശരിക്കും ഭാഷ, മനുഷ്യൻ സംസാരിക്കുന്ന ഒരു ഭാഷയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഒരുപാട് കൾച്ചറലി ബേസ്ഡ് ആണ് ശരിക്കും. അപർണ, ഞാൻ പണ്ട് ഹക്കീം ബ്രോ ഉള്ളപ്പോഴും നിഖിലയോട് പറഞ്ഞൊരു കാര്യമാണ് എനിക്കിവിടെ അപർണയെ കാണുമ്പോൾ തോന്നുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും. അതായത് ഒരു തമിഴ് നമുക്ക് സിനിമ കണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു തമിഴുണ്ട്. അതല്ലാതെ അതിൻ്റെ കൾച്ചറിനെ കൂടെ അഡാപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വകഭേദങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് ഇത്ര ക്ലാരിറ്റിയിൽ തമിഴ് സംസാരിക്കാൻ സാധിക്കുന്നത്? അത് ഡെഫിനറ്റ്ലി നല്ല ഹെൽപ്പും ഒരുപാട് ട്യൂട്ടറിങ്ങും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ചെയ്ത 2 സിനിമകളിലെ സ്ലാങ്ങുകൾ രണ്ടും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് ഓഫ്കോഴ്സ് ഇപ്പം റായനിൽ കുറേയും കൂടെ നമ്മൾ വട ചെന്നൈ അങ്ങനത്തെ കുറേ സിനിമകളിൽ നമ്മൾ ആ നോർത്ത് ചെന്നൈ സ്ലാങ് കേട്ടിട്ടുണ്ട്. പക്ഷേ മധുരൈ സ്ലാങ്
പല സിനിമകളിലും നമ്മൾ കണ്ട സിനിമകളൊക്കെ മധുരൈ സ്ലാങ് ആണെങ്കിൽ അത് എനിക്ക് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് ഓരോ സ്ഥലത്തിനും ഓരോ തമിഴും വ്യത്യാസമുള്ളതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ പോലെ തന്നെയാണെന്നുള്ളത്. നമ്മൾ ഇൻ ജനറൽ തമിഴ് ഡെഫിനറ്റ്ലി അറിയാം, ഭയങ്കര ഫെമിലിയർ ആണ്. പാട്ടുകൾ കേൾക്കുന്നതാണെങ്കിലും സിനിമകൾ കാണുന്ന ആണെങ്കിലും ഒരുപാട് ആൾക്കാരാണെങ്കിലും നമ്മൾ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ പോയി ഓരോ സ്ലാങ്ങും പഠിക്കാൻ അവിടുത്തെ ആ ടീമിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ അതിന് വേണ്ടി ഇപ്പം സൂര്യപോട്ടിന് അതിന് വേണ്ടിയിട്ടൊരു ട്യൂട്ടർ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഫുൾ പറഞ്ഞു തരാനും എങ്ങനെയാ അത് സംസാരിക്കേണ്ടതെന്ന് പറയാനും ആ ആറ്റിറ്റ്യൂഡിന് നമുക്ക് മധുരയിൽ പോയി കുറച്ച് ദിവസം നിന്നിട്ടൊക്കെയാണ് ഷൂട്ട്. അപ്പം അതിന് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ കണ്ടു പഠിച്ചിട്ട് തന്നെയാണ് അത് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അത് പക്ഷെ എന്നാലും ആ ഫ്ലുവൻസിയും ആ ഒരു ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു. ശരിക്കും മിരാഷിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു ആസിഫ് അലി ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്ക് വരണം. നിങ്ങളൊരു ഭാഗ്യ ജോഡികളാണ്. സോഷ്യൽ മീഡിയ ഒരുപാട് ആഘോഷിച്ചിരേണ്ട ആളുകളാണ്. നിങ്ങൾ ചെയ്ത സിനിമകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. സോ വീണ്ടും കിഷ്കിന്ധാകാരണത്തിന് ശേഷം ആസിഫിക്കായിട്ട് ഒരുമിക്കുമ്പോൾ എന്താണ് ശരിക്കും കഥാപാത്രം, എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ? ഷൂട്ട് ആദ്യം ജിത്തു സാറ് വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമയ്ക്ക്. അപ്പം ഓൾറെഡി ആസിഫ് കെയും അതിൽ ഇന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഐ വാസ് വെരി ഹാപ്പി. പിന്നെ കിഷ്കിന്ധാണ്ടം പോലത്തെ ഒരു സിനിമയും അത് ഭയങ്കര ഹിറ്റ്, നല്ലൊരു സിനിമ വിജയിച്ച് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിറാജിലേക്ക് വന്നപ്പം എന്താ പറയുക, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇത്രയും സിനിമകളിൽ കണ്ട പോലെ നേരെ നമ്മൾ കണ്ടുമുട്ടുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ അഭിരാമി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഒരു ഫിനാൻസ് കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആണ്. എൻ്റെ കൊലീഗ്സാണ് ഹക്കീം ചേട്ടൻ്റെ ക്യാരക്ടറും ഹന്ന ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ നമ്മളുടെ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിലേക്ക് വരുന്ന ഒരാളാണ് ആസിഫ് കെയുടെ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഭയങ്കര എപ്പോഴും കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടി ആയിരിക്കില്ല ഇതിൽ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് എന്താണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളൊരു യാത്രയാണ്. ഓക്കെ, സാർ ഇപ്പോൾ സാറിൻ്റെ പഴയ ഇൻ്റർവ്യൂസ് കണ്ട സമയത്തൊക്കെ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഷെർലക് ഹോംസിൻ്റെയും അഗതാ ക്രിസ്റ്റിയുടെയും അപസർപ്പക കഥകൾ വായിച്ച് അതിനോടൊരു പ്രത്യേക അനുരാഗം തോന്നിയിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ത്രില്ലർ സോണിൽ ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. അതിനൊപ്പം തന്നെ സാറ് വായിച്ച ഏതെങ്കിലും ഒരു റൊമാൻറ്റിക് കഥകൾ നാളെ സിനിമയാക്കാനോ അല്ലെങ്കിൽ സിനിമയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണർ നമുക്ക് സാറിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? അല്ല, റൊമാൻറ്റിക് ഒരു സിനിമ ഞാൻ എപ്പോഴും ആലോചിക്കും അങ്ങനെ ഒരു ജിത്തു ജോസഫ് റൊമാൻറ്റിക് സിനിമ. അല്ലല്ല, ഒരു 2 ലവ് സ്റ്റോറീസ് ആക്ച്വലി എൻ്റെ പ്ലാനിങ്ങിലുണ്ട്. അത് ഒരെണ്ണം ഒരു റെട്രോയാണ്. ഓക്കെ, അത് ആക്ച്വലി സീരിയസ്ലി ഞാനത് നമ്മുടെ ഒരു റൈറ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആക്ച്വലി ഒരു 4 ഹീറോ വേണം. ഓ, അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇവരങ്ങോട്ട് ഇനി രണ്ടുപേരും കൂടെ തപ്പിയാൽ പോരെ? സീരിയസ്ലി ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. ഞാൻ ഇത് സത്യം, ഇത് വെറുതെ തമാശ ഒന്നുമല്ല. ഞാനിങ്ങനെ കുറച്ച് നേരമായിട്ട് എനിക്ക് ഇവരെ അറിയാമല്ലോ. അപ്പം ഞാൻ അത് റൈറ്ററോട് നിങ്ങളുടെ രണ്ടുപേരുടെ പേര് ഞാൻ പറഞ്ഞു. ശരിക്കും ഞാൻ തമാശ പറഞ്ഞല്ലോ. പക്ഷെ അത് എഴുതിയെടുത്ത് വരണം, കാരണം അത് ഇച്ചിരി പണിയുണ്ട്. അതൊരു കഥ നടക്കുന്നത് ഒരു 70s 80s അങ്ങനത്തെ ഒരു ഇതിലാണ്. അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരെണ്ണമുണ്ട്. പിന്നെ ഒരാളുടെ റിയൽ ലൈഫ് സ്റ്റോറി, എനിക്കറിയാവുന്നൊരു ഒറിജിനൽ പ്രണയമുണ്ട്. അത് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ ആ വ്യക്തിയോട് തന്നെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 സാധനം ഞാനിങ്ങനെ ഇത് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒത്തിരി എന്നെ സ്പർശിച്ച ഒരു ഇതുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരു മൂഡിലുള്ളൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മോക്ഷം നിർമ്മല പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നത്. ആ സമയത്താണ് ഒരു ഇംഗ്ലീഷ് ഒരു ചെറിയ നോവൽ ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു, ലെറ്റർ ഫ്രോം പീക്കിംഗ് എന്നും പറഞ്ഞു. വല്ലാത്തൊരു മോഡാണ്. ഒരു ഹസ്ബൻഡിനെ കാത്ത്, ചൈനയിലോ അവിടെയുള്ള ഹസ്ബൻഡ് വരുന്നതും കാത്ത് ജീവിക്കുന്ന ഒരു ഒരു യൂറോപ്യൻ ലേഡി. പുള്ളിക്കാരത്തിൻ്റെ ഒരു ലൈഫും അതിനകത്ത് പറയുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഇതായി. അങ്ങനത്തെ മൂഡിലുള്ള ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അവരുടെ കമ്മ്യൂണിക്കേഷൻ. അങ്ങനത്തെയൊക്കെ ഒരു സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒരു കൊമേഴ്സ്യൽ ആംഗിളിലൊന്നും അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ഒരു വേണ്ടി ഒരു സിനിമ ചെയ്യണം ആഗ്രഹമുണ്ട്. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റം മനസ്സിലുണ്ട്. പക്ഷേ ഈ കുഴപ്പം തന്നെ ഇത് കുറേ എണ്ണം ഇങ്ങനെ കിടപ്പുണ്ട്. അത് ആദ്യം ഒന്ന് തീർത്ത് ഇറക്കണം. ഓക്കെ, ആസിഫ്, ഇപ്പോൾ ജിസാർ പറഞ്ഞത് വെച്ചിട്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ മലയാള സിനിമ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രതാപകാലത്താണ്. എപ്പോഴും അത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മലയാള സിനിമ ഇപ്പോൾ ഒരു ഗോൾഡൻ ഇറ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാലൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നു. അത് വേൾഡ് റിനൗണ്ട് ആയിട്ട് മാറുന്നു.
ഇവിടെ നമുക്ക് മിസ്സായി പോകുന്ന ഒരു ജോണർ ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും എനിക്ക് ഒരു ഫാൻറ്റസി സിനിമകൾ, ഞാൻ റൊമാൻറ്റിക് ബേസ് ചെയ്ത് ചോദിച്ചത്, അത്തരത്തിലുള്ള ഫാൻറ്റസി സിനിമകൾ നമുക്ക് ഗുരു പോലെയുള്ള സിനിമ നമുക്ക് സംഭവിച്ചിട്ട് ഒരുപാട് നാളായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം സിനിമകൾ ഇപ്പോൾ ഓഫ് കോഴ്സ് 9 പോലുള്ള സിനിമകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം സിനിമകൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആസിഫ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ? അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇബിലിസ് പോലുള്ള സിനിമകൾ ചെയ്തപ്പോ അത് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ചെയ്തൊരു സിനിമയാണ്. പക്ഷെ അതിന് ആ സമയത്ത് കിട്ടിയ സ്വീകാര്യത നമുക്ക് പിന്നെ അതിന് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ ഈ സിനിമ ഒരു എക്സ്പെരിമെന്റൽ ആണെന്നുള്ള ടേം പറയാൻ വരെ പേടിയായിരുന്നു. എക്സ്പെരിമെന്റൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസ് മാറി നിന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി ഇപ്പം വീണ്ടും ആളുകൾ ഏത് തരത്തിലുള്ള സിനിമകൾ, ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറയാറുണ്ട്, നമുക്ക് ബോളിവുഡ് എന്ന് പറയുമ്പോൾ ഒരു സർട്ടൺ കൈൻഡ് ഓഫ് ഫിലിംസ് ഓർമ്മ വരും, തമിഴ് എന്ന് പറയുമ്പോഴും തെലുങ്ക് എന്ന് പറയുമ്പോഴും നമുക്ക് ഓർമ്മ വരും. പക്ഷെ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ജോണറില്ല. നമുക്ക് എല്ലാ രീതിയിലുള്ള സിനിമകളും മലയാളികൾ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ ഉടനെ സംഭവിക്കും. പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് ഇനിയും ഇവിടെ സ്പേസ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആവേശം ഇറങ്ങുന്നത് വരെ ആ കാറ്റഗറിയിൽ ഒരു സിനിമ മിസ്സിംഗ് ആയിരുന്നു. ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ, ഒരു ഹീറോ, ഒരു സൂപ്പർ ഹീറോ ഇമേജ് ഉള്ള ഒരു ഹീറോയിന്റെ ഒരു സിനിമ മിസ്സിംഗ് ആയിരുന്നു. അത് നമ്മൾ ടിക്ക് ചെയ്തു. ഇപ്പൊ ഇനി ഇതുപോലെ ഫാന്റസി, എനിക്ക് അറിയാവുന്ന ആളുകളൊക്കെ അങ്ങനത്തെ കഥകളും ഒക്കെ ആയിട്ട് ഇപ്പം ധ്യാന്റെ സിനിമ വന്നു, ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ, നമുക്ക് സൂപ്പർ ഹീറോ സിനിമ വന്നു, മിന്നൽ മുരളി വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ അത്രയും ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇപ്പോൾ ഉള്ള ഒരു ഡിലേ വരുന്നത്. ഇനി ഇവിടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതൊരു മാസ്റ്റർ പീസ് ആയിരിക്കണം, അത് ഏത് ജോണറാണെങ്കിലും. ഞാനിപ്പോൾ ഇൻട്രോക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ലുക്കിനെ പരാമർശിക്കാതെ പോകാൻ പറ്റുന്നില്ല എനിക്ക്. ടിക്കി ടാക്കയിലൊരു തയ്യാറെടുപ്പാണോ? ശരി, ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ട്. ടിക്കി ടാക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അപ്പൊ അത് ചെയ്യണം. എനിക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഫിസിക്കലി ഉള്ള ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അത് ക്യാരക്ടേഴ്സിനും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. നമുക്കപ്പം അഭിനയിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കോൺഫിഡൻസ് തരും. അത് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐക്കോൺസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അത് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണം, പണിയെടുക്കണം. അല്ല അതൊന്നും നടക്കില്ല. ഓക്കെ, യെസ്. ഹക്കീം ബ്രോ, ഈ മിറാഷ് ശരിക്കും സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആരാണ് ആദ്യം കോൾ ചെയ്യുന്നത്? എന്തായിരുന്നു ഫസ്റ്റ് ആ ഒരു കേട്ട സമയത്ത്? ഒരു ജിത്തു സാറിന്റെ മൂവി ആണല്ലോ. ഇതുപോലെ ഞാൻ ജിത്തു സാർ എന്നൊരു 2 ദിവസം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിത്തു സാറിൻ്റെ അസോസിയേറ്റ് സുമേഷ്, ഞങ്ങൾ ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറായിരുന്നു എൻ്റെ ഷോ റണ്ണർ. അപ്പോൾ സാറ് വന്നിങ്ങനെ ഡയറക്റ്റ് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്നായിരിക്കും ഒരു പടം പിടിക്കാൻ പറ്റുക. അത് കഴിഞ്ഞ് ആ വർഷം എൻ്റെ ആയപ്പോഴത്തേക്കിനും E4-ൽ ഞാൻ വേറൊരു പടം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ E4-ന് സാരഥി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതും അങ്ങനെയാണെങ്കിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബാക്കിയുള്ള ഈ പടവും നമുക്ക് മുന്നോട്ട് വെച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാനത് വിശ്വസിച്ചില്ല. ഞാൻ ചിലപ്പോഴായിരിക്കും. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കോൾ വന്നു. അപ്പോൾ തന്നെ ഞാൻ എന്തായാലും ഇങ്ങനെ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഓക്കെ ആണ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് കിട്ടി, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെയാണ് ഞാൻ കഥാപാത്രം എൻ്റെ ക്യാരക്ടറിന് ഒരു കിരൺ എന്നാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കൊളീഗാണ്. അപ്പോൾ അതിൽ ബാക്കി പറഞ്ഞ പോലെ മിറാഷ് ആണ് സംഭവിക്കുന്നത്. അപർണ, ശരിക്കും ഒരു ഐ ആം ആൻ ആക്ടർ എന്ന് തോന്നിയ ഒരു മൊമെന്റ്, ഒരു പർട്ടിക്കുലർ സീൻ പറയാൻ പറഞ്ഞാൽ അപർണയുടെ ജീവിതത്തിൽ എന്തായിരിക്കും? അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ആ ഒരു മൊമെന്റ് തോന്നിയിട്ടുള്ളത് ഞാൻ സൂര്യ റിപ്പോർട്ടറിൻ്റെ സമയത്ത് തന്നെയാണ്. കാരണം അതുവരെ ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആർക്കാണെങ്കിലും സിനിമ എന്ന് പറയുന്നൊരു ഇതുണ്ടാവും. ഞാൻ ഡാൻസും ഇതൊക്കെ ഇങ്ങനെ പണ്ട് തൊട്ടിട്ട് സ്റ്റേജസിൽ കുറേ കയറിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും വരും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം മഹേഷ് പ്രതികാരം തന്നെ ഞാൻ എൻ്റെ ടീച്ചർ ഉണ്ണിമായ ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിലേക്ക് ഓഡീഷന് പോകുന്നതും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു, എങ്ങനെയാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ പലതവണ ദിലീഷ് ചേട്ടനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീഷ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കിത് ഓരോ തവണ ഓരോ സ്ക്രിപ്റ്റ് വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് പറയാറ്. അത് എനിക്ക് അന്നറിയില്ല എനിക്കിത് എങ്ങനെ ചെയ്യേണ്ടത്, എന്താണ് പ്രോസസ്സ്, നമുക്ക് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നല്ലതാണോ
നല്ലതല്ലേ, എങ്ങനെയാണ് നമുക്കിത് ജഡ്ജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ സൂര്യ റിപ്പോർട്ടർ വന്നപ്പം ഇതൊന്നും അല്ലാണ്ട് എനിക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ്, അതിന് ഇപ്പോൾ നമ്മൾ അതുവരെ എനിക്കിപ്പം എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈഡ് ഞാൻ അധികം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സൂര്യ റിപ്പോർട്ടറിനാണ് എനിക്ക് ആ ഒരു ആംഗിളും കൂടെ കിട്ടിയത്. എങ്ങനെ എന്തൊക്കെ പ്രിപ്പറേഷൻസ്, എങ്ങനെയൊക്കെ നമുക്കൊരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും അത് നമ്മളെ ഓൺ സെറ്റ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഒരുപാട് ചേഞ്ചസും ഒരുപാട് നല്ല കാര്യങ്ങളും കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് സൂര്യ റിപ്പോർട്ടർ. അപ്പം ഡെഫിനറ്റ്ലി ആ എൻറ്റയർ മൂവിയാണ് എൻ്റെ ഒരു കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓക്കെ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ഡു ഫോർ ഷുവർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. സർ, ഇപ്പോൾ മെമ്മറീസിലെ സാം അലക്സിന് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉത്ബോധനം പോലൊരു തോന്നലുണ്ട്. അദ്ദേഹം ചിന്തയിൽ ആണ്ട് കിടക്കുന്ന സമയത്ത് കസേരയിൽ ഇങ്ങനെ മലർന്നു കിടന്നിട്ട് കുറേയധികം ആലോചനകൾക്കപ്പുറം അയാൾക്ക് കിട്ടുന്ന ഒരു ഉൾവിളിയുണ്ട്, ഒരു ഉത്ബോധനമുണ്ട്. സാറിൻ്റെ എഴുത്ത് വഴികളിൽ എപ്പോഴെങ്കിലും അത്തരം ഒരു ഉത്ബോധനം, ഒരു സീൻ ഒരുപാട് ആലോചിച്ചു കിട്ടിയിട്ടില്ല, ദെൻ റെസ്റ്റ് എടുക്കുന്ന സമയത്തോ മറ്റു യെസ് ദിസ് ഈസ് എ സീൻ ദാറ്റ് ഐ വാസ് തിങ്കിങ് അബൌട്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു മൊമെന്റ്? ഞാൻ എല്ലാ ഇന്റർവ്യൂലും കേട്ടിട്ടില്ലല്ലേ? അല്ല, അങ്ങനത്തെ സംഭവം ഞാൻ കേട്ടില്ല. ഐ മീൻ ഇതുപോലെ ഒരു പർട്ടിക്കുലർ സീനെ പറ്റി സാർ? അല്ല, സീനെ പറ്റി എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിലത് ദൃശ്യത്തില് ആദ്യം പക്ഷെ വെറുതെ ഇരുന്നപ്പെടുന്നില്ല, അത് അതിൻ്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ് അത്. ദൃശ്യത്തിന്റെ ക്ലൈമാക്സിൽ ആദ്യം പോലീസ് സ്റ്റേഷനില്ല. അപ്പം അവര് രണ്ട് ഫാമിലിയും കൂടെ സംസാരിക്കുമ്പോൾ ആക്ച്വലി ആ പയ്യനെ കുഴിച്ചിട്ടതിന്റെ മുകളിൽ നിന്നാണ് ഈ സംസാരിക്കുന്നതെന്ന് ചുമ്മാ എഴുതി വെച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചുമ്മാ എഴുതി വന്നപ്പോൾ ടുവേർഡ്സ് എൻഡിൽ ആ സീനുണ്ട്, ഇവരുമ്മി സംസാരിക്കുന്ന സീൻ ഇതുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ വളരെ ആക്സിഡന്റലായിട്ട് ഒരിക്കലും അത് വർക്കൗട്ട് ആകത്തില്ല, ഭയങ്കര കോയിൻസിഡൻസ്, പക്ഷെ വേറെ എന്തെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ റെഗുലറായിട്ട് ഷട്ടിൽ കളിക്കും രാവിലെ ഷട്ടിൽ കളിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ വളരെ ഞങ്ങൾ ആക്ച്വലി ഞാൻ ഭയങ്കര ലൂസ് ചെയ്ത് നിൽക്കുക. ഞങ്ങൾക്ക് വേണ്ടുന്ന 4 പോയിന്റ്സോ 5 പോയിന്റ്സോ അവർക്ക് വേണ്ട 13 12 വേണ്ട നിൽക്കുകയാണ്. അവർ ജയിക്കാൻ പോകുന്നതില്ല. അപ്പം കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും, ഇത് എന്താണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു പോലീസ് സ്റ്റേഷൻ, കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനകത്തായിരുന്നെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ അതെങ്ങനെ കഥാപരമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു? അപ്പോഴാണ് ഞാൻ ഈ ജനമൈത്രി പോലീസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡോക്യുമെൻ്ററി ചെയ്ത് കൊടുത്തായിരുന്നു. ഡോക്യുമെൻ്ററി പോലത്തെ ഇപ്പം ഈ പഴയ പോലീസ് സ്റ്റേഷനുള്ളതെല്ലാം അവർ പുതുക്കി പണിയുമ്പോൾ മിക്കവാറും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് അതങ്ങ് കണക്റ്റഡായി. പോലീസ് സ്റ്റേഷൻ്റെ ഇടയിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഇത് തമ്മിൽ കണക്റ്റഡായി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി പോലീസ് സ്റ്റേഷൻ ഒരു ക്യാരക്ടറാക്കാം. തുടക്കത്തിൽ പോലീസ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് എവിടെയെങ്കിലും മാറ്റി പണിയിക്കുന്ന പോലെ കൊണ്ടുവന്നു. എനിക്ക് ശരിക്കും ഒരു ഭയങ്കര ഞാനിങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോൾ ഒരു അഡ്രിനാലിൻ റഷ് പോലെ ഇങ്ങനെ വന്നു. ഞാൻ ശരിക്കും അത് എൻ്റെ ലൈഫിൽ ഇന്നേവരെ അതുപോലൊരു ഇത് വന്നിട്ടില്ല. ഞങ്ങൾ ആ ഗെയിം എടുത്തു. പിന്നെ കാരണം ഞാൻ ചിന്ത പോയി എനിക്കൊരു വലിയ പ്രശ്നം സോൾവ് ചെയ്തു തന്നു. പിന്നെ എനിക്ക് ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട, ഐ ഗോട്ട് ദ സൊല്യൂഷൻ. പിന്നെ ഐ വാസ് ഫുള്ളി ഇൻ ടു ദാറ്റ് ഗെയിം. ആ ഒരു ഭയങ്കര എന്റെ പാർട്ണർ ചോദിച്ചു, ഇത് നിനക്ക് ആദ്യം എന്ന് ചോദിച്ചു. അത് എൻ്റെ ലൈഫിൽ പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ. ഞാൻ ഈ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ കുർബാനയുടെ ഒരു പകുതി വരെ നമ്മൾ ഫുള്ള് ഇൻവോൾവ് ആയിരിക്കും. കാരണം അതിങ്ങനെ പ്രാർത്ഥന, അല്ലെങ്കിൽ കൗണ്ടർ, നമ്മൾ പ്രയർ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ കൂടുതലും പ്രീസ്റ്റിന്റെ പ്രാർത്ഥനകളാണ്, നമ്മൾക്ക് സൈലൻസാണ്. ഈ സമയത്ത് കുറെ പേര് ഒന്ന് ഉറങ്ങും. എനിക്ക് ആൾക്കാർ ഇരുന്നിട്ട് ഉറുമ്പിനെ കൈകൊണ്ട് ചേസ് ചെയ്യുക പള്ളിയിലൊക്കെ. ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി സാധനങ്ങൾ, ഇപ്പോൾ മമ്മി അന്മി പോലെയുള്ള സിനിമകൾ, മെമ്മറീസിന്റെ സിനിമകളിൽ ചില കൊച്ചു സീക്വൻസുകൾ, അത് അങ്ങനെ പിടിക്കാം, ഇതെങ്ങനെ പിടിക്കാം, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. സാർ എപ്പോഴും പറഞ്ഞ് ക്ലൈമാക്സ് ഉൾപ്പെടെ ലോക്കായിട്ടാണ് എഴുതാനിരിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ മീൻ ക്ലൈമാക്സ് ഉണ്ടാവും, ഐഡിയ ഉണ്ടാവും. അതെ, ഈ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ലോഹി സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതാനിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല, ഞാൻ ബ്ലാങ്ക് ആയിരിക്കും, ആരും എൻ്റെ കൈ പിടിച്ച് എഴുതിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അത്തരത്തിലുള്ള ഒരു എക്സ്ട്രാ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ എഴുത്തിലുണ്ടായിട്ടുണ്ടോ? എനിക്ക് എക്സ്ട്രാ നാച്ചുറൽ ആയിട്ട് ഇതാണ്. കാരണം എൻ്റെ ബോഡിയിൽ ഒരു ഭയങ്കരമായ അല്ലാതെ ഒന്നുമില്ല. കാരണം എന്താ പറയുക, ഞാൻ ബേസിക്കലി ഒരു തോട്ട് വന്നാൽ ആ തോട്ടിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കും. ആ ഫ്രെയിം എന്ന് പറയുന്നത് ഓപ്പണിങ്, അതിൻ്റെ ഒരു മിഡ് ഇന്റർവൽ പോയിന്റിൽ എന്തൊക്കെയായിരിക്കും വരാൻ, ക്ലൈമാക്സ്, അതെ. അപ്പോൾ ഏതാണ്ട് ഇത് മൂന്നും കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ ആ ഒരു ബാക്കി സീക്വൻസുകളും അതിനകത്തേക്ക് കണക്ട് ചെയ്ത് പോകുന്ന ഇതുണ്ട്. അപ്പോൾ ഇത് മൂന്നും കിട്ടിയാൽ ഞാൻ പതുക്കെ ആദ്യമൊക്കെ ഞാനത് ഒരു ബുക്ക് എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ എഴുതിയിടുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു എവിടെയെങ്കിലും യാത്ര ചെയ്തു പെട്ടെന്ന്
ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ നമ്മളൊരു സിനിമ കണ്ടു, അതിനകത്തെ ഒരു സീക്വൻസ്, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ്, ചിലപ്പോൾ ഒരു ഡയലോഗ്, ഇതൊക്കെ വരുമ്പോൾ ഞാൻ അപ്പം ആ ബുക്കിൽ നോട്ട് ചെയ്തിട്ട് വരും. ഡയലോഗ്സ് ഒക്കെ വിഷ്വൽ ആക്ച്വലി എനിക്ക് എൻ്റെ മനസ്സിൽ കിടക്കും, അത് പോകത്തില്ല, അതിൻ്റെ ഒരു ഓർഡറും കാര്യങ്ങളും. എന്നിട്ട് ഞാനൊരു സീൻ ഓർഡർ എഴുതി വെച്ച ശേഷമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പം ഞങ്ങളുടെ ഈ ഇത് നടക്കുമ്പോൾ, നിരാശ നടക്കുന്ന സമയത്ത് രാവിലെയൊക്കെ എഴുന്നേറ്റിരുന്ന് ഞാൻ ദൃശ്യം 3 എഴുതാൻ തുടങ്ങിയായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. കാരണം എൻ്റെ കയ്യിൽ സീൻ ഓർഡർ ഉണ്ട്, അത് പിന്നെ സ്ക്രിപ്റ്റ് ആക്കി എഴുതിയാൽ മതി. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. പക്ഷേ എനിക്കത് ആരെങ്കിലും കയ്യെ പിടിച്ചെഴുതിയിരിക്കുന്ന അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി എനിക്ക് ആ സാധനമുണ്ട്, സീക്വൻസുകളെല്ലാം ഉണ്ട്. ഇനി അവിടെ ഡയലോഗ് വേണം, ആ സീനിന് ഒന്ന് കൊറിയോഗ്രാഫി ചെയ്യണം. ആരെ എങ്ങനെ എവിടെ വരുന്നു, ആരൊക്കെ വരുന്നു, എവിടെ എൻട്രി, എന്ത് ഡയലോഗ് പറഞ്ഞു, മറ്റേ ക്യാരക്ടർ തിരിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്ന ആ സീനിനെ ഒന്ന് കൊറിയോഗ്രാഫി ചെയ്യില്ല. എപ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സാർ ദൃശ്യം 3? പറയാൻ പറ്റില്ല, ഇപ്പോഴും എഴുതി തീർന്നിട്ടില്ല. ആസിഫ്, ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിൽ വന്ന ഒരു നമ്മുടെ പടക്കളം സിനിമയുടെ സമയത്ത് സന്ദീപ്, പെൺകുട്ടികളൊക്കെ സന്ദീപ് ക്രഷ് എന്ന് പറഞ്ഞ സംഭവം നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു റീൽ ഇങ്ങനെ കയറി വന്നു, ഇവരെക്കാളൊക്കെ മുമ്പ് എൻ്റെ അടുത്ത് വന്നത് അവനാ എന്ന ബിഗ് ബിയിൽ മമ്മൂക്കയെ പറ്റി പറയുന്ന സാധനം കഴിഞ്ഞ് ആസിഫ് അലിയുടെ ഒരു ചിരിയാണ് കാണുന്നത്. അപ്പോൾ ഈ ചിരി കാണുമ്പോൾ ഈവൻ ഒരു ബോയ് ആയി എനിക്ക് വരെ നമുക്കൊരു സന്തോഷം തോന്നും. അപർണ, അത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഐ മീൻ അതിൽ നിരന്തരം നമ്മളെപ്പോലെ പണിയൊന്നും ഇല്ലാതെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഭയങ്കര കിക്കാണ് ആ സാധനം. കാരണം അന്നും ഇന്നും ആസിഫ് അലി എന്ന് പറയുന്നത് ഒരു സെൻസേഷനാണ് ആളുകൾക്ക്. സോ ഇത് എങ്ങനെയാണ് ആസിഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്യാറില്ല. ഇല്ല, ഞാൻ ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞത്. ഞാൻ അങ്ങനെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ആക്ടിവേറ്റ് ഒന്നും അല്ല. പക്ഷെ ഫോൺ എടുക്കാത്ത അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്ന സമയത്തൊക്കെയാണ് അത് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞത്. ഇപ്പം കൂടെ അഭിനയിക്കാൻ വരുന്നവരൊക്കെ പണ്ട് പറയും കോളേജ് ടൈമിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ശരിക്കും ഒരു നടൻ എനിക്ക് മുമ്പേ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്, നമുക്ക് എപ്പോഴും അറിയാം. അപ്പോൾ ഒരു നടനായിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ചലഞ്ചാണ്. ഐ മീൻ നടനായിരുന്നാൽ മാത്രം മതിയാവില്ല, നമുക്ക് ചാൻസസ് ഒരുപാട് കിട്ടേണ്ടതുണ്ട്, നമുക്ക് പെർഫോം ചെയ്യാനുള്ള വേദികൾ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഹക്കീം ബ്രോ, അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രാക്ടീസോ അങ്ങനെ ഈ ഡ്രാമ അല്ലാതെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ? ഒന്നുമില്ല. കിട്ടുന്ന വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും, ഐ മീൻ ഇതുവരെ ഞാനിപ്പോ വിളിച്ച് ചാൻസ് ചോദിക്കുക എന്നുള്ള പരിപാടി എനിക്ക് ഭയങ്കര കുറവാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ എനിക്കറിയാവുന്ന ഡയറക്ടേഴ്സിന് ഇപ്പോൾ ജിത്തു സാറിനെ വിളിച്ച് ഇപ്പോൾ അടുത്ത പടം ദൃശ്യം 3 തുടങ്ങാൻ പോവാം. അപ്പം ഞാൻ സാറിനെ വിളിച്ചു, സാറേ ദൃശ്യം 3 തുടങ്ങാൻ പോവാണല്ലോ, അപ്പം നമുക്കൊരു പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് എന്നെ എന്തായാലും അറിയാം. പക്ഷേ അത് അപ്പോൾ സാറിന് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഒബ്ലിഗേഷൻ ആയിരിക്കും. എൻ്റെ ഫീലാട്ടോ. അപ്പോൾ ഇവന് കൊടുക്കണോ ചോദിച്ചും പോയി, നല്ല ബന്ധമാണല്ലോ, ആ ഒരു ബുദ്ധിമുട്ട് സാറിനും തോന്നണ്ട, എനിക്കും തോന്നണ്ട. അപ്പൊ പിന്നെ സാറ് വരുമ്പോ ഉറപ്പായിട്ടും വിളിക്കുന്നറിയാം ദൃശ്യം 3. ഇങ്ങനെയാണ് ഇങ്ങനെ വേണം ചോദിക്കാം. അല്ല ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. മറ്റേ മിറാഷിന്റെ പ്രൊമോഷനിടയിൽ ഇവർക്കിടയിൽ എന്ത് സംഭവിക്കും? സാർ അങ്ങനത്തെ നമ്മുടെ ഈ പരിപാടീസ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടോ? ഐ മീൻ ഇപ്പൊ ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് തമ്പനെയിൽ സാധനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നതും അതൊക്കെ ഫോളോ ചെയ്യാൻ? ഞാനും സോഷ്യൽ മീഡിയയിൽ അങ്ങനെയില്ല. പക്ഷെ ഞാൻ കൂടുതലും പോകുന്ന പറയുന്നത് എനിക്ക് ആ പാടെ കുറച്ച് ഫ്രീ ടൈം കിട്ടും. ഞാൻ വല്ലാത്ത ആപ്പൻ കോമഡിയോ അങ്ങനത്തെ കോമഡി കണ്ട് ചുമ്മാ ഇരുന്ന് ചിരിച്ച് മക്കളെ വിളിക്കുമ്പോ മക്കള് വന്ന് നോക്കിയിട്ട് തുടങ്ങി. സാർ ഒരു ദിവസം സെറ്റിലിരുന്ന് ഭയങ്കര ചിരി ഫോൺ നോക്കുമ്പോ എന്താ സാർ മറ്റേ ഈ നമ്മൾ ഈ പെറ്റിന്റെ കമ്പൈലേഷൻ വീഡിയോ ഒക്കെ ഉണ്ടാവില്ലേ, മറ്റേ ഓരോ പൂച്ചയും പട്ടിയൊക്കെ ഓരോ തമാശകളുടെ അല്ല ഒറിജിനലി നല്ല കുറെ കമ്പൈലേഷൻസ് ഉണ്ടല്ലോ ഈ പട്ടികളുടെ പൂച്ചകളുടെ ഒക്കെ. സാർ അത് ഇരുന്ന് കണ്ട് ഭയങ്കര ഞാൻ നോക്കും, സാറ് നമ്മള് പടത്തിന്റെ ഒട്ടും ബന്ധമില്ലാത്തൊരു എക്സ്പ്രഷൻ ഇരിക്കുന്നത് എന്ത് പറ്റി സാർ? സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റിലീഫ് ഭയങ്കരമാണ്. ഞാൻ കാണുന്ന മുഴുവൻ കോമഡിയാണ്. അതായത് ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഇത് അല്ലെങ്കിൽ ഈ ചില കോമഡി ഷോസ് ഒക്കെ പരിപാടികളില്ലേ, ഇപ്പൊ ഈ പഴയ തകർപ്പൻ കോമഡി അത് ഫുൾ കണ്ടു തീർന്നു. അത് ഇഷ്ടപ്പെട്ടതൊക്കെ 3-4 തവണ കണ്ടു തീർന്നു. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ അവിടെയാണ് ശരിക്കും ഒന്ന് റിലാക്സ്ഡ് ആകുന്നത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഇതിനെക്കുറിച്ച് കോൺട്രവേഴ്സി ഉണ്ടായി, അല്ല അതുണ്ടായി, അല്ലെങ്കിൽ ഈയിടെ ഇതൊക്കെ വന്നത് എന്താ ലഹരി, അത് ഇത് മറ്റേത്,
ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഹെഡ്ലൈൻ നോക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഓൾറെഡി നമുക്ക് ഇഷ്ടമാതിരി പ്രശ്നം ആ പ്രശ്നമോടെ എടുത്ത് തല വെക്കാൻ എന്നെ കൊണ്ട് പറ്റി. എന്തിനു വാർത്ത വായിച്ച് പിന്നെയും തല ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ പിള്ളേരിങ്ങനെ താഴേക്ക് വരുമ്പോ അവിടെ ഒരു എന്റെ റൂമിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ചിരിക്കുന്നതാണ്. അപ്പൊ തുടങ്ങി അവിടെ അവർക്കും അതൊരു കോമഡിയാണ്. ഞാനിപ്പോൾ ഒരു കാര്യം പൊതുവിൽ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളെ സിനിമ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ഐ മീൻ ഞാൻ ആ ജീവിത പാഠങ്ങളല്ലേ പറയുന്നത്, സിനിമ കൊണ്ട് അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റൺവേ കണ്ട സമയത്താണ് ഐസ് എന്താണ് ആ സംഭവം, ആ സ്പിരിറ്റ് ഐസ് ആകുന്ന സാധനം നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ആഭ്യന്തര കുറ്റവാളിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നിയമവശം പുരുഷന്മാർക്ക് വേണ്ടി ആസിഫ് ഖാ കോർട്ടിൽ സംസാരിക്കുന്ന സീൻ, അങ്ങനെ സിനിമയിൽ നിന്ന് കിട്ടിയൊരു ഒരു അറിവ് എന്തായിരിക്കും? ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ഓർമ്മയിൽ വരുന്നൊരു സംഭവം എന്താണ്? ഈ സിനിമ ചെയ്യുമ്പോ തന്നെ കൊറേ വൺ മാൻ ഷോ എന്ന് പറഞ്ഞ സിനിമ കണ്ടു, താജ്മഹലിനെ അതൊരു ഭയങ്കര ശരിയാ, ഹൈറ്റിന്റെ അത് ഭയങ്കരമായിരുന്നു. തിയേറ്ററിൽ മൊത്തം ഇരുന്ന ഓഡിയൻസ് അത് അറിഞ്ഞത് അന്നാണ്. അതിന്റെ ക്ലൈമാക്സ് വരുമ്പോ നമ്മൾ തെറ്റിച്ച് അത്, പക്ഷെ അത് പുതിയൊരു അത് തന്നെയാണ് വിചാരിക്കുള്ളൂ. കാരണം താജ്മഹൽ ഇങ്ങനെയും ഇതിങ്ങനെയല്ലേ, നേരെയല്ലേ, ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അതേ വിചാരിക്കുള്ളൂ. വേറെ അക്കിം ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലും ഓർമ്മ? എല്ലാ പടങ്ങളിൽ നമ്മൾ ഇൻഫർമേഷൻസ് എടുക്കുമല്ലോ. എന്നാലും ഓർമ്മ വരുന്നൊരു പരിപാടി ഉണ്ട് ഇതുപോലെ പിച്ച് ഇതുപോലെ മലയാളികൾക്ക് മുഴുവൻ പുതിയൊരു സാധനം കൊടുത്ത ആളാണ് മോഡൽ. അങ്ങനെ ഉണ്ടോ സാർ? സാറിന് എന്തായാലും പഴയ അടിക്കുറിപ്പിനകത്ത് നിന്നാണ് ഞാൻ ഹേബിയസ് കോർപ്പസ് കേൾക്കുന്നത്. ഞാനിപ്പോ അതാ പറയാ, ദൃശ്യം കാണുമ്പോഴാണ് ഞാൻ അതിന് കേൾക്കുന്നത്. അത് ഞാൻ ദൃശ്യത്തിലെടുത്ത് ഉപയോഗിച്ചു. കാരണം പുള്ളി സിനിമ കണ്ടിട്ടല്ലേ ഇത് ചെയ്ത്, മനസ്സിലായോ? അപ്പം അതെനിക്ക് വേണ്ടത് അതിന്റെ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അടിക്കുറിപ്പിന്റെ, എനിക്ക് അത് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ പല സിനിമകളിൽ നിന്ന് പല ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. അതാണ് അതുണ്ട്. പിന്നെ അത് നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെട്ട രീതിയിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ട്. പിന്നെ മറ്റുണ്ട് പുകവലി ആരോഗ്യത്തിന് അല്ലാതെ അറിയില്ലായിരുന്നു. ഇത്രയും 2 ദിവസമായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലേ ഇന്റലക്ച്വലായി ഇന്റർവ്യൂ ഇച്ചിരി ഇന്റലക്ച്വൽ ആയിരുന്നു. അല്ലല്ലേ, കുട്ടി വളർന്നു. ഓക്കെ സാർ, ഇപ്പോൾ ഞാൻ സീനിയേഴ്സ് സിനിമ കണ്ട സമയത്ത് ചാക്കോച്ചൻ അതിൽ വില്ലനാന്ന് കേൾക്കുന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഞെട്ടിപ്പോയ സംഭവമാണ്. അതിനുശേഷം അങ്ങനെ ഞെട്ടലുണ്ടായത് രാക്ഷസൻ സിനിമ കണ്ടപ്പോഴാണ്. ഇപ്പോൾ ഈ അടുത്ത് 11 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, 11 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ അതുവരെ നമ്മളെ ത്രില്ലടിപ്പിച്ചിരുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സസ്പെൻസുകളായിരുന്നു, നമ്മുടെ പ്രഡിക്ഷന് ബിയോണ്ട് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. ഇവിടെ സംഭവിക്കുന്നത് സീനിയേഴ്സിൽ കുഞ്ചാക്കോൻ വില്ലനാണെന്ന് അറിയുന്നതോടുകൂടിയും ഈ പറയപ്പെട്ട സിനിമകളിലൊക്കെ നമ്മൾ നായകനെ കൂടി വില്ലനായി ജഡ്ജ് ചെയ്ത് വെക്കും. സോ അതിനപ്പുറത്തേക്ക് ഒരു ത്രില്ലർ എഴുതുകയും അതിനപ്പുറത്തേക്ക് ആളുകളെ എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ടാസ്ക് ആയിരിക്കും? എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ചോദ്യമായിട്ട് തോന്നിയത് ആണോ? ഞാൻ നായകനെ തന്നെ വില്ലനാക്കും. അതായത് ഒരു നായകൻ വരുമ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആ നായകനും ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ആരെ വില്ലനാക്കും എന്നൊരു ചോദ്യം എഴുത്തിൽ എവിടെയെങ്കിലും വരാറുണ്ടോ? ഐ മീൻ അതൊരു ചലഞ്ചാണോ ആക്ച്വലി ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച്? ചലഞ്ചല്ലല്ലോ. എങ്ങനെ ചലഞ്ച് വരുന്നത്? എനിക്ക് നായകനോട് വില്ലൻ ആണെന്ന് ആൾക്കാർ സസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഏതെങ്കിലും നായകൻ വില്ലനാകുമെന്ന് ഇപ്പൊ ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ, ഇപ്പൊ ദൃശ്യത്തിനകത്ത് ഓപ്പണിംഗ് എന്നാ, ആ ഓപ്പണിംഗ് ഇട്ട് എന്തിനാണ്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുന്നു, അയാൾ ഇരിക്കുന്നു, എന്നാലും അയാൾ ചെയ്തു വെച്ച കാര്യം. എന്നിട്ട് സിനിമ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. അപ്പം ഓഡിയൻസ് ചിന്തിക്കും, അപ്പം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഒരിക്കലും ഞാൻ ജയിലിലേക്ക് വിടില്ല എന്ന്. അപ്പം ഇയാൾ ആ കുറ്റം ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന രീതിയാണ്. പക്ഷെ അത് മോഹൻലാൽ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ ശരിക്കും എന്നാന്നറിയോ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടുത്തെ നായകന്മാർ വില്ലൻ വേഷവും ചെയ്ത് അങ്ങനെ മാറിയും മറിഞ്ഞും അങ്ങനെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ റൈറ്റേഴ്സിന് അങ്ങ് എങ്ങോട്ട് വേണേലും കഥ എങ്ങോട്ട് വേണേലും കഥ കൊണ്ടുപോകും. തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിനും ഇപ്പൊ ലാലേട്ടൻ വരുമ്പോൾ നായകൻ മാത്രമല്ല, ചിലപ്പം വില്ലൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഭയങ്കര വില്ലനാണ് പക്ഷെ ഒത്തിരി സൽഗുണ സമ്പന്നനാണ്, അങ്ങനെ പോകരുത്. വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലനായിരിക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ തിരിച്ച് നമ്മുടെ ഹീറോയിനെ കൊണ്ടുപോകാൻ അല്ല ഹീറോയിൻസും ഒക്കെ അങ്ങനെ വരുമ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സമയത്തുണ്ടല്ലോ ജനാർദ്ദനൻ ചേട്ടൻ അങ്ങ് പെട്ടെന്ന് ഹ്യൂമറൊക്കെ ചെയ്ത് ഉണ്ടായ ഒരു ഇമ്പാക്ട്. അതുപോലെ എന്റെ സിനിമയിൽ ചിലപ്പോഴും കോമഡി ചെയ്യുന്നവരൊക്കെ കയറി വില്ലന്മാരാകും. അപ്പൊ അതിനകത്ത് ആൾക്കാർക്കൊരു വ്യത്യസ്ത അനുഭവം കിട്ടുവാണ്. അപ്പൊ അങ്ങനത്തെ ചില പരീക്ഷണങ്ങളൊക്കെ എനിക്കും ചെയ്യണമെന്നുണ്ട്. നായകനെ വില്ലനാക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്.
നോക്കട്ടെ എന്തെങ്കിലും അങ്ങനത്തെ കഥകൾ വരുമ്പോൾ ഞാൻ നോക്കാം. ഗോവിന്ദും ഗിരിയും ഒക്കെ ആയിട്ട് അതെ അതെ കുറെ ഞാൻ അങ്ങോട്ട് വരും. ഗിരിയിലും വില്ലനിലും നായക സ്വഭാവമുണ്ട്. ആ അതെ അവന്റെ ഒരു നമുക്ക് അവനോട് ഒരു സിമ്പതി സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? കാരണം അവന്റെ ഒരു സ്വഭാവ വൈകല്യമാണത്. പക്ഷെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അതൊരു പച്ചയായ മനുഷ്യനാണ്. ഇച്ചിരി ഈഗോ ഉണ്ട്, അത് ഉണ്ട്. ഞാൻ പറയുന്നത് നല്ല പെർഫോമൻസ് എന്നുള്ള സാധ്യതയുണ്ട്. നല്ലൊരു വില്ലനാണ്, അയാൾ ഒളിഞ്ഞിരിക്കുകയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കുക. അങ്ങനെയൊക്കെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതിന് ആൾക്കാർ ആർട്ടിസ്റ്റ് തയ്യാറാണ്. ആസിഫ് ആസ് ആൻ ആക്ടർ. പക്ഷെ എനിക്ക് ആസിഫൊക്കെ പിന്നെ അങ്ങനെ ചെയ്യുന്നു. മറ്റേ ഉയരയിലൊക്കെ ആസിഫ് ചെയ്തപ്പം എനിക്ക് ആസിഫൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അതും ചേട്ടൻ പറഞ്ഞ ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഭയങ്കര ഫ്രീഡമാണ്. ഇയാള് പോയി ഇയാൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കും എന്നുള്ള പ്രഡിക്ഷൻ പൊളിച്ചു കളയാൻ പറ്റും. ഇയാൾ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം, ഇവൻ ആരും ആവാം എന്നുള്ള ഒരു ഫ്രീഡം ഒരു ആക്ടറിന് വേണം. ഇപ്പൊ പറഞ്ഞ പോലെ ഇയാളെ ഹീറോ അല്ലേ, ഇയാൾ എന്തായാലും അവസാനം വന്നിട്ട് അതൊന്ന് മാറിക്കിട്ടിയാൽ നല്ലതാണ് ഇൻഡസ്ട്രിയിൽ. പണ്ട് നമ്മുടെ ബാസികറിനകത്തൊക്കെ അല്ല അങ്ങനത്തെ 2-3 പടങ്ങൾ പുള്ളി ചെയ്തല്ലോ, ഷാരൂഖ് ഖാൻ ചെയ്തല്ലോ. അപ്പൊ ഇപ്പൊ അത് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിൽ പക്ഷെ ഹോളിവുഡിൽ ചെയ്യും, അവർ ചെയ്യും. അവർ നല്ല വില്ലനും ഇതൊക്കെ ആയിട്ട്. ഇപ്പം നമ്മുടെ ഓഗസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒറിജിനൽ ഇത് ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് ഫസ്റ്റ് പാർട്ട് അതിന്റെ ഒറിജിനൽ ആക്ച്വലി ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്തെ ഹീറോ എന്ന് പറയുന്ന പ്രൊഫഷണൽ കില്ലറാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ സെക്കൻഡ് ആക്ടറാണ്. ആ മെയിൻ ഒരു ലീഡ് ആർട്ടിസ്റ്റ് ആണ് ആ പ്രൊഫഷണൽ കില്ലറായിട്ട് ചെയ്തത്. അയാളുടെ പെർസ്പെക്റ്റീവിലാണ് സിനിമ. അയ്യോ, അത് ഭയങ്കര ഫേമസ് സിനിമയാണ്. ഞാൻ അതിന്റെ പേര് വിട്ടുപോയി. പക്ഷെ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആസിഫ് കപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ഉറപ്പായിട്ടും പൊട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ അതിന് ബദലായിട്ടൊരു ചോദ്യം, അതായത് ഈ നമ്മളൊരു സിനിമ സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സിനിമകൾ കാണേണ്ടതായിട്ട് വരും. ഒരു റഷ് അവറാണ്, റഷ് ജീവിതമാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ വെക്കേഷൻ എടുക്കുന്നത് വെക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനിടയിൽ സിനിമ കാണുകയും സിനിമയിൽ അപ്ഡേറ്റ് ആയിരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? സിനിമ കാണാൻ ഇഷ്ടം പോലെ സമയം എനിക്ക്. ഞാൻ എല്ലാ ദിവസവും രാത്രി ഒരു സിനിമ കണ്ടിട്ട് കിടക്കുന്ന ആളാണ്. ഞാൻ ഇപ്പം ഹോട്ടലിലാണ് താമസിക്കുന്നെങ്കിൽ, വീട്ടിലാണെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല. ഹോട്ടലിലാണ്, ഷൂട്ടിനിടയിലാണെങ്കിൽ രാത്രി വീട്ടിലേക്ക് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ബെഡിലേക്ക് കയറുന്നത് എൻ്റെ ഐപാഡുമായിട്ടാണ്. അപ്പം ഒരു സിനിമ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് അത് കണ്ടു തീർത്തിട്ട് പോകും. പിന്നെ സീരീസ് കാണാൻ തുടങ്ങിയപ്പോഴാണ് ഉറക്കം പോകാൻ തുടങ്ങി. കാര്യം ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഉറങ്ങാൻ പറ്റില്ല, സീസൺ കാണാണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഈ അറ്റത്ത് കൊണ്ടൊന്ന് പഠിപ്പിച്ചു വെച്ചിട്ട് പിന്നെ അതെന്താന്ന് അറിയാതെ മനോരമ ഞാൻ ഫുള്ള് കണ്ടിട്ട് കിടന്നു. സീരീസ് കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് ആ ക്യാരക്ടേഴ്സിനെ കുറച്ച് കഴിയുമ്പോ മിസ് ചെയ്യാൻ തുടങ്ങും. അവരെന്താ ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര ഒരു കുറെ നേരം കണ്ടോണ്ടിരിക്കുന്ന സീരീസ് ഒക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോ ഇവരിപ്പോ എന്താ ചെയ്യുന്നത് മിസ് ചെയ്യാൻ തുടങ്ങും. ഇത് ഞാൻ ശരിക്കും മനസ്സിലാക്കി. ഞാൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സീരീസ് ഞാൻ ഒരിക്കലും ലൈഫിൽ ഞാൻ കാണുമെന്ന് വിചാരിച്ചൊരു സീരീസ് അല്ല. അതിനെപ്പറ്റി നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കോവിഡിനാണ് ഞാൻ ഫ്രണ്ട്സിന്റെ അകത്തേക്ക് കയറിയത്. ഒരു സിറ്റ്കോം അങ്ങനെ, അതായത് ആ ക്യാരക്ടേഴ്സ് എല്ലാം ആയിട്ട് നമുക്ക് ഭയങ്കര പരിചയമായി, അവരുടെ സിറ്റുവേഷൻസ് എല്ലാം പരിചയമായി, ഓരോ ക്യാരക്ടർ ഫേവറേറ്റ്സ് ആയി മാറി. ലാസ്റ്റ് ഇത് തീരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊരു ആൻസൈറ്റി വരാൻ തുടങ്ങി. അതായത് ഇനി ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീൽ ഒരിക്കലും ലൈഫിൽ ഉണ്ടാവില്ല. പക്ഷെ ഫ്രണ്ട്സിന് ഒബ്വിയസ്ലി നമുക്ക് ഏത് എപ്പിസോഡ് എവിടെ നിന്ന് വേണമെങ്കിലും എടുത്ത് കാണാൻ രസമുണ്ട്. പക്ഷെ അത് ആ ഓർഡറിൽ കണ്ടു കഴിഞ്ഞ് വന്നത് തീർന്നപ്പോൾ എനിക്ക് ഭയങ്കര, അതൊരു പീക്കി ബ്ലൈൻഡേഴ്സ് എനിക്ക് ഭയങ്കര മിസ്സായിരുന്നു. സ്ട്രേഞ്ചർ തിങ്സ് എൻ്റെ ഭയങ്കര, അപ്പം ഞാൻ കാണുന്ന സീരീസിന്റെ ഒക്കെ അങ്ങനത്തെ പ്രശ്നമുണ്ട്. കുറച്ച് ഫാന്റസിയാണ് എനിക്ക് ഇഷ്ടം. സിറ്റ്കോം ഞാൻ അങ്ങനെ പിടിക്കാറില്ല, ഫ്രണ്ട്സ് മാത്രമേ പിടിച്ചത്. പക്ഷെ സിനിമ ഞാൻ എങ്ങനെയാണെങ്കിലും കാണും. ഇപ്പൊ തിയേറ്റേഴ്സിൽ പോയി കാണാൻ എപ്പോൾ ചാൻസ് കിട്ടിയാലും ഞാൻ പോയി കാണുന്നതാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു F1 ഞാൻ എനിക്ക് ഐമാക്സിൽ കാണണം എന്നൊരു ഭയങ്കര വാശിയായിരുന്നു. ഞാൻ കോയമ്പത്തൂർ ഐമാക്സ് കാലിക്കറ്റ് ഒരു ദിവസം രാത്രി വണ്ടി എടുത്ത് നേരെ കോയമ്പത്തൂർ പോയി. സണ്ണിവൈനും സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാരും കണ്ടോ? എല്ലാരും കാണും. ഒരുമിച്ചായിരുന്നു കോയമ്പത്തൂർ? അല്ല അല്ല സർ, സിനിമയുടെ ഡേ ഓഫ് ദ ജംഗിൾ. ഡേ ഓഫ് ദ ജംഗിൾ ആലോചിച്ചോണ്ടിരിക്കുകയാണ് സാർ. ഞാനിപ്പോൾ അവസാനമായിട്ട് സമയക്കുറവുള്ളതുകൊണ്ട് തന്നെ ഒരു ചോദ്യം കൂടിയിട്ട്, അതായത് ഇപ്പോൾ സിനിമയുടെ ഇൻഫ്ലുവൻസിങ്ങിനെ പറ്റിയിട്ട് ഭയങ്കര അഭിപ്രായമുണ്ട്. ഇപ്പം ഞാൻ അതിലേക്കല്ല വരുന്നത്. ശരിക്കും സിനിമക്ക് സമൂഹത്തോട് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം ഉണ്ടോ? ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നതിലുപരി സിനിമ ഇങ്ങനെ ആയിരിക്കണമെന്നും സിനിമ പറയേണ്ട കാര്യങ്ങളിൽ ആളുകളെ ബാഡായിട്ടൊന്നും എത്താൻ പാടില്ല, അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തമോ ബാധ്യതയോ സിനിമയ്ക്കുണ്ടോ? അങ്ങനെ തോന്നിയിട്ട്? സിനിമയ്ക്ക് ഉണ്ടോന്നല്ല, അത് സിനിമയ്ക്ക് ഒരു നല്ല മെസ്സേജ് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. കാരണം സിനിമ ശരിക്കും ഓഡിയൻസ് സ്വാധീനിക്കും. ഞാൻ എൻ്റെ മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ
ഒരു സൈക്കോളജിസ്റ്റ്, ഞങ്ങളൊരു ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നിച്ച് ലേഡി, പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ ആ സമയത്ത് വേറൊരു സിനിമ ഉണ്ടായിരുന്നു, ആ സിനിമ കാണാനായിട്ട് പ്ലാൻ ചെയ്തപ്പം എൻ്റെ മോൻ പറഞ്ഞു, മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നല്ല ഒരു റിവ്യൂ കേൾക്കുന്നുണ്ട്, ഇറങ്ങിയിട്ട് 2-3 ദിവസം ഉണ്ടായുള്ളൂ, നമുക്ക് അങ്ങോട്ട് അത് കാണാൻ പോകുന്നു. അപ്പോൾ ഇവർ എൻ്റെ കൂടെ പോയി കണ്ടു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എന്നോട് പുള്ളിക്കാരത്തി പറഞ്ഞു, അത് കഴിഞ്ഞൊരു 3-4 ദിവസം അവന് എന്നോടുള്ള സമീപനം മാറിയായിരുന്നു. 4 ദിവസം നിന്നുള്ളൂ, പക്ഷെ അത് മാറിയായിരുന്നു. പക്ഷെ എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞാൽ 4 ദിവസം മാറിയുള്ളൂ, അത് അവൻ്റെ ഉള്ളിൽ തട്ടി. അപ്പം അതിൻ്റെ ഒരു എന്തെങ്കിലും ഇതൊക്കെ പിന്നീടും കിട്ടും. ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, ഇമെയിൽ ചെയ്യാൻ പറഞ്ഞ പണ്ട് അമ്മ തന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ട് അത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അത് ഇമ്പാക്ട്സ് ഉണ്ടാക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കൊരു കോള് വന്നു, ഒരു ഉമ്മച്ചി ഇവിടെ മലപ്പുറം ഭാഗത്തുനിന്നുണ്ട്. ഹലോ മോനെ, മമ്മി ആൻഡ് മീയുടെ ഡയറക്ടറല്ലേ? അതെ, ആ മോൻ്റെ സിനിമയിലെ പോലെയാണ് എൻ്റെ മോള്, അവൾ ഓരോ ഡ്രസ്സൊക്കെ ഇടുന്നു, ഇത് ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവളത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. മോനൊന്നും എൻ്റെ മോളോട് അപ്പം എനിക്ക് ഭയങ്കര സ്മാവത്. അപ്പം ഞാൻ ഞാൻ അതിനകത്ത് ഞാനങ്ങനെ എക്സ്പേർട്ടൊന്നും അല്ല, ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നുള്ളൂ. അതിനകത്താണെങ്കിലും ഒരു ഡോക്ടറില്ലേ, സൈക്കോളജിസ്റ്റ്, അങ്ങനെ പുള്ളിയാണല്ലോ അത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ്, അങ്ങനെ അതുപോലെ ഇതിനെക്കുറിച്ച് പഠിച്ചവരാണ്. എന്നാ ആ ഡോക്ടറിനെ എനിക്ക് എങ്ങനെ ഇതിനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് വെച്ചു. ഞാൻ ഉമ്മച്ചി അതൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വെച്ചു. ഭയങ്കര ഭയങ്കര ഇതായിട്ട്. അപ്പം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടോ, മനസ്സിലായോ? അപ്പം അതുണ്ട്. പക്ഷെ എല്ലാ സിനിമയിലും അത് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഒരു കഥയിൽ അതിനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇപ്പം മറ്റേ സർക്കിട്ട് അല്ലേ, സർക്കിട്ട് എന്ന് പറയുന്ന സിനിമത്തെ ആ ഒരു അപ്പൊ ഇങ്ങനെയുള്ള അതൊരു ഫാമിലിയെ ഇത് ചെയ്തെന്ന് പറഞ്ഞു, മീൻസ് പോയി കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഇത് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ടച്ച് ചെയ്യും. അപ്പൊ അങ്ങനത്തെ സിനിമ താരേ സമയം പറഞ്ഞു, അതിൽ ഡിസ്ലെക്സിയുടെ ഒരു ഇത് മനസ്സിലാക്കി കിട്ടിയാൽ നല്ലതാണ്. പറ്റുന്ന സിനിമ, അതിന് സാധ്യതയുള്ള സിനിമകൾ ചെയ്യണം. പക്ഷേ ഒരു സൈക്കോ കില്ലറിന്റെ കഥ പറയുമ്പോൾ ഒരിക്കലും പിന്നെ നമ്മള് ഈ സിനിമകൾ ഉണ്ടാക്കുന്ന, നമ്മൾ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് കഥകൾ ഉണ്ടാക്കുന്നത്, ഫാന്റസി അല്ലെങ്കിൽ. അപ്പം ഇതിനകത്ത് ക്രൈമും ഇതുമൊക്കെ നമ്മളെടുത്ത് കാണിക്കും. അപ്പോൾ ഒരു സോഷ്യലി കമ്മിറ്റഡ് ആണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്, അത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിന് വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത് ചിലപ്പോൾ ആരും കാണാൻ വരികയല്ല, അതാണ് ഒരു കുഴപ്പം. അഫിക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ആ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറയുന്ന സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു സീരിയൽ കില്ലറിന്റെ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരാളുടെ ആണെങ്കിൽ അയാൾക്കൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന. ഓക്കെ, സോ രണ്ടുപേരോട് കൂടി അല്ലെങ്കിൽ എല്ലാവരോടും കൂടിയിട്ട് എങ്ങനെ നിങ്ങളിലേക്ക് ജസ്റ്റ് ഇപ്പോൾ ആസിഫ് അടുത്തൊരു കഥ പറയണമെങ്കിൽ, ഹക്കീം അടുത്തൊരു കഥ പറയണമെങ്കിൽ, അപർണ അടുത്തൊരു കഥ പറയണമെങ്കിൽ, സാറിന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയണമെങ്കിൽ നിങ്ങളിലേക്ക് എങ്ങനെയാണ് എത്താൻ പറ്റുക? ഈസി ആയിട്ട് എത്താൻ പറ്റില്ല. എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, സാർ നോക്കും. എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഞങ്ങളൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ തിരിച്ചൊരു മെസ്സേജ് ഇട്ട് കൊടുക്കും, ഒരു ലിങ്കും ഇതുമുള്ള ഒരാളെ കോൺടാക്ട് ചെയ്യാനാണ്. എന്നിട്ട് അയാൾ ഒരു ഡീറ്റെയിൽഡ് സിനോപ്സിസ് അവരോട് ചോദിക്കും. ആ ഡീറ്റെയിൽഡ് സിനോപ്സിസ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിനകത്തേക്ക് ഇടും. എന്നിട്ട് അതിനകത്തൊരു പോളുണ്ട്, ഒരു പോളുണ്ട്. അപ്പം 3 വോട്ടിംഗ് ആണ്, വായിച്ചിട്ടില്ല, വായിച്ചു, നരേഷൻ വേണോ വേണ്ടയോ എന്ന് പറഞ്ഞു, അതിൻ്റെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വേണോ വേണ്ടയോ. അപ്പോൾ ഓരോരുത്തർ അതനുസരിച്ച് ടിക്ക് ചെയ്ത് വായിച്ചു കഴിഞ്ഞവർ അതനുസരിച്ച് ടിക്ക് ചെയ്ത് വരും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് വാട്സപ്പിൽ അത് വരുന്നത്. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാനിങ്ങനെ ഇപ്പോൾ കുറേ പേര് ചേട്ടാ ഒരു കഥയുണ്ട്, അപ്പോൾ ഞാൻ ഒരു നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ കൊടുക്കും ഒരാളുടെ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അതിനൊരു ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അപർണ, എങ്ങനെയാണ് ഒരു കഥ, ഒരു പുതിയൊരാൾക്കൊരു കഥ പറയണമെങ്കിൽ എന്താണ് വഴി? വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അറിയില്ല, കുറേ പേര് വിളിക്കാറുണ്ട്, ഇങ്ങനെ കഥ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അതൊന്നുമില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് നമ്പർ കിട്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമുക്കൊക്കെ മാനേജേഴ്സ് ഉണ്ട്, അപ്പം അവരെ അപ്രോച്ച് ചെയ്തിട്ടായിരിക്കും. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ വരുന്നത് എന്തായാലും നമ്മൾ നല്ലതാണെങ്കിൽ കേൾക്കും. ഇപ്പൊ സിനോപ്സിസ് കേട്ടിട്ടായിരിക്കും ബാക്കി കേൾക്കുന്നുണ്ടാവല്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കഥ പറയാനുള്ളവൻ കണ്ടുപിടിക്കണം, എങ്ങനെ എത്താൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. അത് നല്ലൊരു തോട്ട്, അവന്റെ ആവശ്യമാണ്.
അവന്റെ ആവശ്യമൊന്നല്ല, നല്ലതാണെങ്കിൽ ഇപ്പൊ എനിക്ക് ചെയ്യുന്ന താല്പര്യമുള്ളൂ. പക്ഷെ എത്തിപ്പെടുക എന്നുള്ളത് ഇപ്പൊ എനിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അല്ല, എനിക്ക് എന്റേതായ എന്തെങ്കിലും കുറച്ച് പരിപാടി- ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇച്ചിരി പ്രശ്നമാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊന്നും കാര്യമില്ല, അത് ഞാൻ കാണുപോലില്ല പല സമയത്ത്. അപ്പൊ അത് കഥ പറയാനുള്ളവർ ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാനുള്ള സിനിമകളൊക്കെ വരുന്നുണ്ട്. അതാ correct. എനിക്ക് ആവശ്യമുള്ളവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. എല്ലാം എനിക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അത് സംഭവിക്കൂ. ഹക്കീം ബ്രോ എങ്ങനെയാണ്? എന്നെ വിളിച്ചാൽ മതി. Okay. അതേപോലെ നമ്പർ ഒപ്പിച്ച് ആവശ്യക്കാരെ വിളിച്ച് എത്തുക. നമ്പർ പറയണോ ഇവിടെ? അയ്യോ, നമ്പർ പറയാനല്ലേ പറഞ്ഞേ. എന്തെങ്കിലും ഒരു സാറ് പറഞ്ഞ പൊതുവെ ഏതെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ വെച്ച് അവര് വിളിച്ച് അങ്ങനെ വരും. അങ്ങനെ വരാം. ഓക്കെ. സോ എന്തായാലും നമുക്ക് കുറച്ച് സമയമാണുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു. മിറാഷ് സ്വാഭാവികമായിട്ടും ഒരു ജിത്തു ജോസഫ് സിനിമ, നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള സിനിമ. വീണ്ടും ആസിഫ് അലി, ജിത്തു ജോസഫ് കൂട്ടിയിട്ട്, അപർണ മുരളി, ആസിഫ് അലി കൂട്ടിയിട്ട്, അപ്പോൾ ഹക്കീം ഷാജഹാൻ വരുന്നു. എനിവേ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. മിറാഷ് ഒരു അടിപൊളി സിനിമയാവട്ടെ. ഇനിയും ഇതുപോലേക്ക് ഇരിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Thank you.